هذه الحركة أزعجت അറേബ്യൻ മാധ്യമമായ അൽ ജസീറയിൽ വന്നൊരു വാർത്തയാണ്. ഈ വാർത്ത എന്നെ കാണിച്ചു തന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഡാനിയാണ്. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, എന്താ ഹസനെ സംഭവം? അറേബ്യൻ രാജ്യങ്ങളിലെ പല മാധ്യമങ്ങളിലും ഈ വിഷയം വാർത്തയായിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? ഇന്ത്യയിൽ വീണ്ടും പള്ളികൾ വല്ലതും പൊളിച്ചോ? ഇങ്ങനെ കുറേ ആവർത്തി അവൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് സംഘപരിവാർ എന്ന പേരിൽ കുറേ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം പലതരത്തിലുള്ള അക്രമങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതിൻ്റെ തുടർച്ച എന്നോണം 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നടന്ന ഒരു സംഭവമാണിത്. ഹിന്ദു രാജ്യമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു. എന്നിട്ട് ആ വീഡിയോയിൽ കാണുന്ന സ്ത്രീ ആ പള്ളിക്ക് നേരെ ഇങ്ങനെ കൈകൾ ഉയർത്തി അമ്പെയ്യുന്ന ആംഗ്യം പലതവണ കാണിക്കുമ്പോൾ താഴെ നിൽക്കുന്ന അവരുടെ അണികൾ എന്താണ് ഉച്ചത്തിൽ അവർ വിളിച്ചു പറയുന്നത്, എന്ത് മുദ്രാവാക്യമാണ് എന്ന് അവനിക്കറിയണം. ഞാൻ പറഞ്ഞു, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ ദൈവമായി കാണുന്ന ഒരു കഥാപാത്രമുണ്ട്. ശ്രീരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ സ്തുതിക്കുന്നതാണ്, ആ ദൈവത്തിന് വേണ്ടി ജയ് വിളിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. എന്നിട്ട് ഞാൻ സുഡാനിയോട് പറഞ്ഞു, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, നമുക്കും ദൈവമുണ്ടല്ലോ. നമ്മളുടെ ദൈവമായ അള്ളാഹുവിനെ നിസ്കരിക്കുമ്പോഴല്ലാത്തപ്പോൾ നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അവനെ ഓർക്കുന്നതും അവൻ്റെ പേരുകൾ പറയുന്നതും. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ ഈ സംഘികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് അവരുടെ ദൈവമായ ശ്രീരാമനെ ഓർക്കണമെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളികൾ കാണണം, അല്ലെങ്കിൽ തൊപ്പി വെച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും മുസ്ലിങ്ങളെ അവരെ കയ്യിൽ കിട്ടണം. അപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തിയും തല്ലിയും വിളിക്കടാ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ഭയപ്പെടുത്തി അവരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് അവരുടെ ശ്രീരാമനെ ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ വഴിയോര കച്ചവടക്കാർ അവരെയൊക്കെ ആക്രമിച്ച് അവരുടെ കടകൾ അടപ്പിച്ച് അവരെ പട്ടിണിക്കിടുമ്പോഴാണ് അവർക്ക് അവരുടെ ദൈവമായ ശ്രീരാമനെ ഓർമ്മ വരുന്നത്. അപ്പോഴാണ് അവർ ജയ് ശ്രീരാം എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കാൻ പറ്റാതെ അവരുടെ ദൈവമായ ശ്രീരാമൻ എന്നോ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടാവും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുഡാനി എന്നോട് ചോദിച്ചു, ഇന്നലെ ഇന്ത്യ സന്ദർശിച്ച UAE ഭരണാധികാരി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇതെല്ലാം അവർ കാണുന്നുണ്ട്. അറേബ്യൻ മാധ്യമങ്ങളും ഭരണാധികാരികളും ഒക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി അവർക്കൊക്കെ ഒരുവിധം ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർ ഇതെടുത്തു വെച്ച് ട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ല. UAE രാജാവിനോടൊപ്പം മോദി ഇരിക്കുന്ന ചിത്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സംഘികൾ അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഓരോ ദിവസവും താഴോട്ട് പതിക്കുകയാണ്, കൂപ്പുകുത്തുകയാണെന്ന യാഥാർത്ഥ്യം ഇതുവരെയും അവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല. ഇനി ഇതൊക്കെ ഈ സംഘികളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവർക്ക് കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും സാമൂഹ്യ ബോധം ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ടും അതും നടപ്പില്ല. അവസാനം എല്ലാം കേട്ട് നിരാശനായ സുഡാനി പറഞ്ഞു, ഇന്ത്യയെ അള്ളാഹു രക്ഷിക്കട്ടെ, ആമീൻ.